പാകിസ്ഥാന്റെ ഒഴിവാക്കൽ രാഷ്ട്രീയത്തിന്റെ ഇരയായി ബലൂച്ച് ജനത എങ്ങനെ മാറി എന്നതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ് പാകിസ്ഥാനിലുണ്ടായ ട്രെയിൻ ഹൈജാക്ക്. ട്രെയിൻ ഹൈജാക്ക് എപ്പിസോഡ് അന്താരാഷ്ട്ര വേദിയിൽ ബലൂച്ച് ജനതയുടെ ദുരവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഭീകരതയ്ക്ക് ഒരു ന്യായീകരണവുമില്ല. ഒരു മനുഷ്യനെ കൊല്ലാനോ പീഡിപ്പിക്കാനോ അക്രമം അഴിച്ചുവിടുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിനും ഒരിക്കലും അംഗീകരിക്കാനും ആകാത്ത ഒന്നാണ്. പക്ഷേ ഈ തീവ്രവാദികളെ അവർ പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ സാഹചര്യങ്ങൾ. അതെ, അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ധാരണയും ആയുധമെടുക്കാൻ അവരെ നിർബന്ധിതരാക്കിയ വിദ്വേഷവും മനസ്സിലാക്കുന്നത് ശാശ്വതമായ സമാധാനം ഉറപ്പാക്കുന്നതിൽ വളരെയധികം സഹായിക്കും. പാകിസ്ഥാനിലെ ഒരു മുഴുവൻ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത ബലൂച്ച് ലിബറേഷൻ ആർമിയെ സമീപിക്കേണ്ടതും ഈ ധാരണയോടെയാണ്. നൂറുകണക്കിന് സാധാരണക്കാരെയും സൈനികരെയും അവർ ബന്ദികളാക്കിയപ്പോൾ ലോകം മുഴുവൻ അവരെ നിരീക്ഷിച്ചു. ഇപ്പോൾ അവർക്കെതിരായ പാകിസ്ഥാൻ സൈനിക നടപടി ഇരുവശത്തും ധാരാളം നാശനഷ്ടങ്ങളോടെ അവസാനിച്ചിരിക്കാം. പക്ഷേ ഇതെല്ലാം എവിടെ നിന്നാണ് ആരംഭിച്ചത്? പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് BLA അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യത്തോടെ 2000-ലാണ് ഈ സംഘടന സ്ഥാപിതമായത്. ശേഷം ലക്ഷ്യം നേടുന്നതിനായി സൈനിക ഉദ്യോഗസ്ഥരെയും ചിലപ്പോഴൊക്കെ സിവിലിയന്മാരെയും വിദേശ പൗരന്മാരെയും പോലും ഇവർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നതിനായി 2000-കളിൽ ചില ഉന്നത ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയതോടെയാണ് ഈ സംഘത്തെ ലോകം തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. 2013-ൽ ബലൂചിസ്ഥാനിലെ ബസ് യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുൾപ്പെടെയുള്ള ക്രൂര നടപടികൾ. ഈ ബസ് യാത്രക്കാരിൽ പകുതിയും പാകിസ്ഥാൻ സുരക്ഷാ സേനയിൽപ്പെട്ടവരായിരുന്നു. വാസ്തവത്തിൽ ഇത്തവണ അവർ ഹൈജാക്ക് ചെയ്ത ജാഫർ എക്സ്പ്രസ് അവരുടെ പതിവ് ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് വേണം പറയാൻ. ബലൂചിസ്ഥാനിലെ ക്വറ്റയ്ക്കും ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പെഷ്വാറിനും ഇടയിൽ ഓടുന്ന ഈ ട്രെയിനിനെ ലക്ഷ്യമിട്ട് മുൻപും നിരവധി ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തായി പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് BLA കൂടുതൽ അപകടകരമായ ഭീഷണിയായി മാറി. വിവിധ ബലൂച്ച് വിഘടനവാദി വിഭാഗങ്ങളെ ബലൂച്ച് രാജി അജോയ് സംഗാർ അല്ലെങ്കിൽ ബ്രാസ് എന്ന ഒറ്റ ഗ്രൂപ്പായി ഏകീകരിച്ചതോടെയാണ് ഭീഷണി കൂടുതൽ മുറുകിയത്. BLA കൂടാതെ മറ്റു നിരവധി ബലൂച്ച് വിഘടനവാദി സംഘടനകളും ബ്രാസിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഏകീകൃത സൈനിക ഘടനയുള്ള ഒരു ബലൂച്ച് നാഷണൽ ആർമി രൂപീകരിക്കാനും സംഘം പദ്ധതിയിടുന്നുണ്ട്. സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരെയോ പാകിസ്ഥാൻ സർക്കാർ ഉദ്യോഗസ്ഥരെയോ മാത്രമല്ല, കോടിക്കണക്കിന് ഡോളറിന്റെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക പദ്ധതിയുടെ ഭാഗമായ ചൈനീസ് പൗരന്മാരെയും സംഘടന ലക്ഷ്യമിടുന്നു. CPEC അതായത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ നേടിക്കൊടുത്തെങ്കിലും ബലൂച്ച് ജനതയുടെ ക്ഷേമം അതിന്റെ പരിധിയിൽ നിന്ന് ആസൂത്രിതമായി ഒഴിവാക്കിയ CPECയോടുള്ള അവരുടെ വിദ്വേഷമാണ് ഈ നടപടികൾക്ക് കാരണം. ഇന്ന് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഗ്വാദറിൽ ഒരു തുറമുഖം, വിമാനത്താവളം, അതുപോലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ നിരവധി ഖനന പദ്ധതികൾ എന്നിവയിലൂടെ ചൈന $65 ബില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തദ്ദേശീയ ബലൂച്ച് ജനതയെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ്. പ്രാദേശിക തൊഴിലാളികളെ പൂർണ്ണമായി മാറ്റി നിർത്തുക മാത്രമല്ല, ഇടനാഴി സുരക്ഷിതമാക്കാൻ കനത്ത സൈനിക വിന്യാസം അവരുടെ മനുഷ്യാവകാശ ലംഘനത്തിലേക്കും നയിച്ചു. സൈനിക നടപടികളിൽ നിർബന്ധിത തിരോധാനം, ലൈംഗിക പീഡനം, നിയമവിരുദ്ധ കൊലപാതകങ്ങൾ എന്നിവയും ഉൾപ്പെട്ടു. ലോകത്ത് കൊളോണിയലിസം അവസാനിച്ചിരിക്കാമെന്ന് പറയാം. പക്ഷേ ബലൂചിസ്ഥാൻ ഇപ്പോഴും കോളനിവൽക്കരണത്തിന്റെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് വേണം പറയാൻ. അതും ഡബിളാണ്, പാകിസ്ഥാന്റെയും ഒപ്പം ചൈനയുടെയും. അതുകൊണ്ട് തന്നെയാണ് അവർ CPEC അടിസ്ഥാന സൗകര്യങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്ന ചൈനീസ് വിദഗ്ധരെയും എന്നും ലക്ഷ്യമിട്ടത്. $240 മില്യൺ വിലമതിക്കുന്ന പുതിയ ഗ്വാദർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ബലൂച്ച് വിഘടനവാദികളിൽ നിന്നുള്ള ആക്രമണ സാധ്യതയെക്കുറിച്ച് ചൈനയും പാകിസ്ഥാൻ സർക്കാരും ഭയപ്പെടുന്നുണ്ട്. ചൈന സംഘടനയുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചത് അടുത്തിടെയാണെങ്കിലും പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള അവരുടെ വിദ്വേഷം വളരെ പഴക്കമുള്ളതാണ്. ഇന്ന് രാജ്യത്തൊരു വംശീയ ന്യൂനപക്ഷമായ ബലൂച്ച് ജനത കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരുപാട് കാലം അർദ്ധ സ്വയംഭരണ നാട്ടുരാജ്യങ്ങളായി ജീവിച്ചിരുന്നു. സ്വന്തം സാമ്രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി സുരക്ഷിതമാക്കുന്നതിനായി 1876-ൽ ബ്രിട്ടീഷുകാർ അവരുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. കാലക്രമേണ ബലൂച്ച് വിഘടനവാദികൾക്ക് സ്വാതന്ത്ര്യം തേടുന്നതിനുള്ള പ്രധാന അടിസ്ഥാനമായി ഇത് മാറുകയായിരുന്നു. 1947-ൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനം നടന്നപ്പോൾ ബലൂച്ച് ദേശീയവാദികൾ തങ്ങളുടെ സ്വതന്ത്ര പദവി പ്രഖ്യാപിക്കാൻ അതേ കരാർ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ അവരുടെ പ്രദേശം ബലപ്രയോഗത്തിലൂടെ
കൈവശപ്പെടുത്തുകയായിരുന്നു. ഈ നീക്കം അവരുടെ ആദ്യ റൗണ്ട് സായുധ കലാപത്തിലേക്ക് നയിച്ചു. കാലങ്ങളായി പാകിസ്ഥാൻ ഭരണകൂടത്തിൽ നിന്ന് ബംഗാളികൾ നേരിട്ട അതേ അടിച്ചമർത്തൽ ബലൂചികളും നേരിട്ടു. സർക്കാരിലെയും സൈന്യത്തിലെയും പഞ്ചാബികളുടെ ആധിപത്യം രാജ്യത്തെ മറ്റെല്ലാ വംശീയ വിഭാഗങ്ങളെയും അരികുവൽക്കരിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അധികാര തലങ്ങളിൽ വളരെ പ്രാതിനിധ്യം കുറഞ്ഞ ഗ്രൂപ്പുകളിൽ ഒന്നായി മാറിയപ്പോഴും ഉറുദു ഭാഷ അടിച്ചേൽപ്പിച്ചതോടെ അവരുടെ സാംസ്കാരിക സ്വത്വം അട്ടിമറിക്കപ്പെട്ടപ്പോഴും ബലൂച്ച് ജനത തളർന്നു. 1950കളുടെ അവസാനത്തിൽ വെസ്റ്റ് പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളെയും, അതായത് സിന്ധ്, പഞ്ചാബ്, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ്, ബലോചിസ്ഥാൻ, ഇത്രയും ഒരൊറ്റ ഭരണവിഭാഗത്തിന് കീഴിൽ കൊണ്ടുവരുന്ന ഒരു 1 യൂണിറ്റ് നയം പാകിസ്ഥാൻ സർക്കാർ നടപ്പിലാക്കിയപ്പോൾ പ്രവിശ്യയിൽ 2ാം ഘട്ട കലാപമുണ്ടായി. പാകിസ്ഥാനിൽ 2 ഡിവിഷനുകൾ മാത്രം, ഭരണത്തിന്റെ എളുപ്പത്തിനായി വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ മറ്റു പ്രവിശ്യകളുമായി ഏകീകരിക്കപ്പെട്ടതോടെ ബലൂച്ച് രാഷ്ട്രീയ സ്വത്വം നശിപ്പിക്കപ്പെട്ടതിനാൽ ബലൂച്ച് വിഘടനവാദികൾ ഇതിനെ എതിർത്തു. 1 യൂണിറ്റ് നയം പിന്നീട് ഉപേക്ഷിച്ചെങ്കിലും ബലൂച്ച് ജനതയുടെ ഹൃദയങ്ങളിൽ അത് അവശേഷിപ്പിച്ച പക ചെറുതല്ല. 1973നും 1977നും ഇടയിൽ ബലൂചിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യത്തെ പൂർണ്ണ തോതിലുള്ള കലാപത്തിൽ ഇതിൽ പലതും പ്രതിഫലിച്ചു എന്ന് വേണം പറയാൻ. 1971ലെ കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനം ബലൂച്ച് വിഘടനവാദികൾ സ്വന്തം സ്വാതന്ത്ര്യത്തിനായുള്ള അടയാളമായി കണ്ടു. ഈ ഒരു നീക്കം സുൽഫിക്കർ അലി ഭൂട്ടോ ഗവൺമെന്റിന്റെ ബലൂചിസ്ഥാനിലെ അക്ബർ ഖാൻ ബുക്തിയുടെ പ്രവിശ്യ സർക്കാരിനെ സസ്പെൻഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. പോരാതെ ആയിരക്കണക്കിന് നിരപരാധികളായ ബലൂച്ച് ജനതയെ കൊന്നൊടുക്കിയ ഒരു മെഗാ സൈനിക നടപടിക്ക് അവർ പ്രവിശ്യയിലേക്ക് ഒരു വലിയ സൈന്യത്തെയും അയച്ചു. അക്കാലത്ത് സ്വന്തം ബലൂച്ച് ജനതയിലേക്ക് കലാപം വ്യാപിക്കുമെന്ന് ഭയന്നിരുന്ന ഇറാനിൽ നിന്നും പാകിസ്ഥാന് വ്യോമ പിന്തുണ ലഭിച്ചിരുന്നു. 1940 മുതൽ ഇന്നുവരെ ബലൂച്ച് വിഘടനവാദം നിരവധി ഘട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം ബലൂച്ച് ജനത നേരിട്ട സാമ്പത്തിക വർണ്ണവിവേചനമാണ്. പാകിസ്ഥാനിലെ ജനസംഖ്യ കുറഞ്ഞ ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പക്ഷേ രാജ്യത്തിന്റെ മുഴുവൻ പ്രദേശത്തിന്റെ പകുതിയോളം വരുന്ന ഭൂപ്രദേശമുള്ള ഏറ്റവും വലിയ പ്രദേശം കൂടിയാണിത്. പ്രകൃതിവാതകം, ചെമ്പ്, സ്വർണം, എണ്ണ എന്നിവയുടെ വൻതോതിലുള്ള നിക്ഷേപങ്ങളുള്ള പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ. എന്നിരുന്നാലും ഈ സമ്പത്തുകളെല്ലാം തുടർച്ചയായി ഭരിച്ച പാകിസ്ഥാൻ സർക്കാരുകൾ സ്വന്തം ഇടുങ്ങിയ താൽപര്യങ്ങൾക്കായി ചൂഷണം ചെയ്തു. ഈ ചൂഷണം രാജ്യത്തെ ഏറ്റവും ദരിദ്ര പ്രവിശ്യ കൂടിയാക്കി. ഉദാഹരണത്തിന്, പ്രവിശ്യയിൽ നിന്ന് പ്രകൃതിവാതകം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗ്യാസ് പൈപ്പ് ലൈനുകൾ പൂർണ്ണമായും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ബലൂച്ച് ജനതയ്ക്ക് സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിനായി അത് എത്തിക്കുന്നതിനുള്ള പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ലഭ്യമല്ല. കൂടാതെ ലഭ്യമായ ഡേറ്റ പ്രകാരം പ്രവിശ്യയുടെ 36% മാത്രമേ വൈദ്യുതീകരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവ ഇപ്പോഴും ശരിയായ വൈദ്യുതി ഇല്ലാതെ പാടുപെടുകയാണ്. ശരിക്കും പാകിസ്ഥാൻ ഒരു അണ്ടർ ഡെവലപ്ഡ് രാജ്യമാണെങ്കിൽ ബലൂച്ച് അതിലും മോശമാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ പഞ്ചാബും സിന്ധും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന റാങ്കിലാണെങ്കിൽ സാക്ഷരത, ദാരിദ്ര്യത്തിന്റെ ഉയർന്ന നിരക്ക്, ആരോഗ്യ സംരക്ഷണത്തിനുള്ള അപര്യാപ്തത എന്നിവയാൽ ബലൂചിസ്ഥാൻ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒഴിവാക്കൽ രാഷ്ട്രീയത്തെ അവർ വെറുക്കുന്നതിൽ അപ്പോൾ അതിശയിക്കാൻ ഒന്നുമില്ല എന്ന് വ്യക്തം. അപ്പോൾ അങ്ങനെയാണ് ട്രെയിൻ ഹൈജാക്ക് എപ്പിസോഡ് ബലൂച്ച് ജനതയുടെ ദുരവസ്ഥ അന്താരാഷ്ട്ര വേദിയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരികെ കൊണ്ടുവന്നു. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഭരണകൂടം പ്രവിശ്യയിലെ സാധാരണക്കാരെ കൂടുതൽ പീഡിപ്പിക്കാൻ ഈ ഒരു സംഭവം ഉപയോഗിക്കുമെന്ന വസ്തുതയും തള്ളിക്കളയാനാവില്ല. തീവ്രവാദത്തിന് ഒരു ന്യായീകരണവുമില്ല എന്ന് പറഞ്ഞെങ്കിലും ബലൂച്ച് ജനത രാജ്യത്ത് നേരിടുന്ന കാര്യങ്ങൾ ലോകം മറക്കരുത്.